മാധുരിയുടെ വസന്തമായി പെയ്തിറങ്ങിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. എന്ത് ഫോട്ടോ വെച്ചിൽ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അങ്ങനെയല്ല, മഴയില്ലല്ലോ. അവിടെ കുറച്ച് മഴയുണ്ട്. അത് വീട്ടിൽ മാത്രമോ? മോടെ വീടിന്റെ മേളി മാത്രോ? അയ്യോ, അങ്ങനെയല്ല സാർ, എല്ലായിടത്തും ഇല്ല ഇല്ല ഇല്ല, മഴ തീർന്നു, മഴ പോയി. ഫോർട്ട് കൊച്ചി എപ്പോഴും അടിപൊളിയാ. അതെനിക്കറിയാം. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ എന്താണ് മെഹബൂബായുടെ സ്ഥലമല്ലേ? അവിടെ പാട്ട് എന്ന് വേണ്ട എന്തുമാത്രം ഫങ്ഷൻസാ നടക്കുന്നേ. എന്ത് രസമാണ്. നല്ല മീനൊക്കെ കിട്ടത്തില്ലേ? ഫ്രഷ് മീന് കിട്ടില്ലേ? ഇവിടെ അവിടെ അല്ല താമസിക്കുന്നു തോന്നുന്നു. ഫോട്ടോ കൊച്ചിയിലോ? ആ പാട്ട് അറിഞ്ഞൂടെ? പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട. അതൊന്ന് പാടിക്കൂടെ? റെഡി, 1 2 3 4. ആ, പണ്ട് 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 നിന്നെ കണ്ട നാളെയാ, പാട്ട് പാടാനറിയാത്ത താമരക്കിളി നീ. പണ്ട് 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 നിന്നെ കണ്ട നാളെയാ, പാട്ട് പാടാനറിയാത്ത താമരക്കിളി നീ. അടിപൊളി, സൂപ്പർ. താങ്ക് യു. ഇതാണ് ഫോർട്ട് കൊച്ചി മമ്മുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞമ്മ. തുടങ്ങിയാലോ? എന്നാ വിളിക്ക്. സുരവീരനിലെ മധുരനാഥം ടോപ്പ് സിംഗറിന്റെ പ്രിയപ്പെട്ട ഗായിക മുച്ചുക്കുട്ടി. വെൽക്കം മുത്തിക കുട്ടി ഓൺ സ്റ്റേജ്. എന്ത് പറ്റി മക്കളെ? നാടക ഗാനം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാരും കരിവാരി തേച്ചോണ്ട് വരിക. അതെന്ത് പരിപാടിയാ അത്? ഇന്ന് മോള് പാടാൻ പോണ പാട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി പാടിയ പാട്ടാണ്. ഓ, ആഹാ, അത് ഞാൻ പിടിച്ചു. ഏത് പാട്ടാണ്? പൊട്ടിച്ചിരിച്ചു ഞാൻ. നാടകത്തിന്റെ പേരറിയാവോ? അൽസാര എന്ന് പറയുന്ന ഒരു നാടകത്തിലെ ഒരു പാട്ടാണ്. അപ്പോൾ ഇത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ് സാറാണ്. അതുപോലെ G ദേവരാജ മാസ്റ്ററാണ് ഇതിൻ്റെ മ്യൂസിക്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പോൾ ഞാൻ പോയി പാടിയിട്ട് തരാം. Ready, going for take. Ready, rolling. Silence. On hand, please. ചിരിച്ചു ഞാൻ, എങ്കിലും എൻ മാനം പൊട്ടിക്കരയുകയായിരുന്നു. പൂത്തു വസന്തങ്ങൾ, എങ്കിലും എന്നുള്ളിൽ കത്തുന്ന തീവേലായിരുന്നു. പൊട്ടിച്ചിരിച്ചു ഞാൻ, എങ്കിലും എൻ മാനം പൊട്ടിക്കരയുകയായിരുന്നു. പൂത്തു വസന്തങ്ങൾ,
അണ്ണാച്ചിയുടെയാണ് ചൂണ്ടിക്കാണിച്ചത് അല്ലേ? അണ്ണാച്ചി ചൂണ്ടിക്കാണിച്ചു. ഐശ്വര്യ സൂപ്പർ. നൈസ് ആയിരുന്നു കേട്ടോ. Nice, അടിപൊളി. very good, very good, very Super. Very nice, very nice. മുച്ചുകുട്ടി നന്നായിരുന്നു മോളെ, താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അഭിനയവും ബാക്കിയെല്ലാം നന്നായിരുന്നു, ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു ഇതുണ്ട്. കാരണം എന്താണ് മോള് പാടുന്നുള്ളത് വ്യക്തമാക്കണം. അതായത് മോളിപ്പോൾ ഇപ്പോൾ വീണടിഞ്ഞു, ഒരു എക്സാമ്പിള്, ഞെട്ടറ്റു വീണടിഞ്ഞു. അത് വീണടിഞ്ഞുകൊണ്ട് നോട്ട് ഏതാണ്? അവിടാണ് നമുക്കൊരു സംശയം. മുട്ടിട്ട മോഹങ്ങൾ, മുട്ടിട്ട മോഹങ്ങളൊക്കെയുമെൻ മുന്നിൽ ഞെട്ടറ്റു വീണടിഞ്ഞു, അതാണോ വീണടിഞ്ഞു? എങ്ങനെയാണ് വീണടിഞ്ഞു? അത് ഒരു അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊരു ചെറിയൊരു സംശയം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് ഒരു നോട്ട് കൂട്ടി പാടിയാൽ മോക്ക് പ്രശ്നമാവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൊട്ടിയടച്ചോരി സ്വർഗ കവാടത്തിൽ മുട്ടി വിളിക്കുവതെന്തിനു ഞാൻ ഇത്തിരി തീർത്ഥജലത്തിനായെന്നുമെൻ കൈക്കുമ്പിൽ നീട്ടുവതെന്തിനു ഞാൻ. പല്ലവി. പൊട്ടിച്ചിരിച്ചു ഞാനെങ്കിലും എൻ മനം പൊട്ടിക്കരയുകയായിരുന്നു. പൂത്തുവസന്തങ്ങൾ എങ്കിലും എന്നുള്ളിൽ കത്തുന്ന തീവയിലായിരുന്നു. മോളെ ഇതാണ് പ്രസൻസ് വന്നത്. ഇത് പാടിയപ്പോഴാണ് അങ്കിളിന് എനിക്കൊരു ഒരു ഗും തോന്നിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാലും നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മോക്ക് ഇപ്പം അണ്ണൻ പറഞ്ഞ ഒരു നോട്ട് മുകളിൽ പാടിച്ചപ്പോൾ ഡെഫിനറ്റായിട്ട് ബെറ്റർ ആയിരുന്നു മോളെ, ഷുവറായിട്ട്. കാര്യം കേൾക്കാൻ്റെ എല്ലാ റേഞ്ചും മോള് താഴെ പാടുമ്പം അതെന്താണ് നോട്ട്സ് എന്നുള്ളതിന് വരെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. മോളൊരു കിടുക്കാച്ചി പാട്ടുകാരിയാണ്. അത് നമ്മളിവിടെ ആദ്യം പറഞ്ഞേക്കാം. ശരത്തങ്ങൾ എഴുതി വെച്ചേക്കുന്നത് അതാണ്. ഈ ലോ പോർഷൻ വരുമ്പോൾ മോക്കൊരു ക്ലാരിറ്റി കുറവ്. അപ്പോൾ ഈ നോട്ട്സ് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. അത് പാടുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പാടിക്കോ മോള്. അത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. മോക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ശ്രുതി എടുക്കുക. ഇപ്പം എംജിയുടെ മാറ്റി മോളെ കൊണ്ട് പാടിച്ചപ്പോൾ അതെന്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേൾക്കാൻ. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിൽ ആണ്ടേലോണ്ടെ നേരെ കണ്ണിൽ എന്നുള്ള പാട്ട് ഞാൻ ഓൾറെഡി ഒരു ബേസിക് ട്രാക്ക് ചെയ്തിരുന്ന ശ്രുതി ആയിരുന്നില്ല നമ്മുടെ രമ്യ നമ്പീശൻ വരുമ്പോൾ. രമ്യക്ക് അത് കംഫർട്ടബിൾ അല്ല. പിന്നെ ഞാൻ ആ രമ്യയുടെ ശ്രുതിക്ക് വേണ്ടി നമ്മൾ വേറെ പ്രോഗ്രാം ചെയ്തു ഞാൻ. കാര്യം എങ്കിലല്ലേ പാട്ട് നന്നാവും. മോടെ കംഫർട്ടബിൾ സോൺ പിടിച്ചോളുക കേട്ടോ കുഞ്ഞെ. ലവ് യുടാ. മുച്ചുകുട്ടീസ് നന്നായിരുന്നു കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതാണ് പ്രധാനം. അതെന്തായാലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാരിറ്റി ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് ഉണ്ടായിരുന്നു ഉടനീളം. ജനറലി ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ മോളെ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ ഫീല് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ മോള് മറ്റേ കുട്ടികളുടെ ആക്ടിങ് എല്ലാം കൊണ്ടും മൊത്തത്തിലൊരു ഈ പാട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതർവൈസ് നൈസ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു, വൈബ് ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. കുറേ പേര് കരയും ഇത് കണ്ടിട്ട് കേട്ടോ. മുച്ചുകുട്ടി നന്നായിട്ട് പാടി കരയിപ്പിച്ചു എന്നൊക്കെ പറയും ആളുകൾ. എന്തായാലും നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു കേട്ടോ. നല്ലൊരു സുഖമുള്ള ഒരു പാട്ടാണ്. വേറൊരു ഫീലാണെങ്കിലും കേട്ടിരിക്കാനൊരു സുഖമുണ്ടായിരുന്നു. മോളുടെ പാട്ടാണെങ്കിലും ബാക്കിൽ നടന്ന സീൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ലൊരു പാക്കേജായിരുന്നു. നല്ലൊരുപാട് പോർഷൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് പല്ലവി സൂപ്പർബായിരുന്നു. അങ്കിള് കണ്ണുവച്ചിട്ടാന്ന് തോന്നുന്നു ആ പൊട്ടിക്കരയുകയായിരുന്നു എന്നുള്ള പോർഷനിൽ. ശ്വാസം കിട്ടാതെ വന്നാണോ ഗ്ലുമ്മൊന്നാണോ എന്ന് എനിക്ക് അറിയില്ല. രണ്ടും കൂടി ഒരുമിച്ച് വന്നു തോന്നുന്നു. പക്ഷെ അത് ഉഗ്രം പല്ലവിയായിരുന്നു. അസലായിട്ട് പറയാതിരിക്കാൻ വയ്യ. നട്ടു നനച്ചൊരി മുന്തിരി തോപ്പുകൾ, ആ പോർഷന് കൊടുത്ത എക്സ്പ്രഷൻ അട്ടൈപൊളിയായിരുന്നു. അത് അവിടെയാണ് മോളുടെ ആ ഒരു കഴിവ് ക്ലീനായിട്ട് കാണിച്ചത്. കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും ആയിട്ടുള്ള ഒരു സിംഗിങ് ആയിരുന്നു. എന്തായാലും നല്ല സോങ് സെലക്ഷനും മാക്സിമം മോള് നീതി പുലർത്തിയിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. Okay? Thank you, sir. So we are giving you 98 out of 100. Thank you, sir. മുച്ചുകുട്ട്. എന്താ sir? We are giving you a spray. Thank you, sir.
ആടി ഒരു പൊന്നമ്മ ചേച്ചി പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ സുപ്രീം. വിരുന്നിലേക്ക് എത്തുന്നു ലേനക്കുട്ടി. വെൽക്കം ലേന സുരേഷ് ഓൺ സ്റ്റേജ്. ലേനക്കുട്ടിയെ കണ്ടിട്ട് എനിക്ക് മുനികുമാരികയല്ലോ നീയൊരു മുനികുമാരികയല്ലോ. രാജശില്പി പറഞ്ഞിട്ടൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി കിട്ടിയത്. അതിന് വേണ്ടിയാണ്. ഇന്നലെ കിട്ടി. ബൈ ദ ബൈ, എങ്ങനെയുണ്ട് പല്ല്? പല്ലാടുന്നുണ്ട്. അല്ല, ആടുന്നുണ്ട്. കുറെ ദിവസമായാലും അല്ല ആടുന്നു. മോളെ, ഇത് 1.5 വർഷമായിട്ട് ഞാൻ ആടുക. 2 ദിവസമായിട്ട് സ്വപ്നം കാണുക, ആടി വീണ് പൊതിഞ്ഞ് എനിക്ക് കൊണ്ട് തരിക. അന്നേ 2 പല്ല് ആടുന്നുണ്ടായിരുന്നു. ഒരു പല്ല് പറഞ്ഞു, ഒരു പല്ല് പറയാനൊരു സമ്മതമില്ല. അതൊക്കെയാ ഒരു പല്ല് ഒരു ടൊയിനിട്ടിട്ട് കെട്ടിയിട്ട് ഒരു വലി വലിച്ചാൽ മതി, ടക്കെന്ന് ഇഞ്ഞ് വരും. എനിക്ക് പേടിയാ. അല്ല ഞാൻ ചെയ്തുതരാം, ഞാൻ ചെയ്തുതരാം. ചുറ്റുക ഈ പാട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വാ, ഞാൻ ചെയ്തുതരാം. അടിപൊളി ഡെന്റിസ്റ്റ് ഡോക്ടറാണ്. എന്തോ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റ് ദന്തോ? ഓക്കെ. സാറ് ഈ പല്ലെടുക്കുന്ന ഡെന്റിസ്റ്റ് ഇല്ലേ? ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റോ? ഡെന്റിസ്റ്റ് ആണോ ഡെന്റിസ്റ്റ് ആണോ? അയ്യോ, ഫസ്റ്റ് പറഞ്ഞോ. ദമ്പിസ്റ്റോ? ഡെന്റിസ്റ്റോന്ന് ദമ്പിസ്റ്റോ അല്ലാതെ മലയാളം പറഞ്ഞ് ഡെന്റിസ്റ്റ് എന്ന്. മക്കളെ പറ. അയ്യോ, നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ലേ? എന്തോ ഡെന്റിസ്റ്റ്. ഇല്ല, ശരത്തങ്ങൾ പറ, അത് ശരിയാണെന്ന് പറ. ഡെന്റിസ്റ്റ് ആണോ ഡെന്റിസ്റ്റ് ആണോ? സെക്കൻഡ്. തളർന്നു. ഡെന്റിസ്റ്റ് ആണ്, ഡെന്റിസ്റ്റ് അല്ല കേട്ടോ. എന്തായാലും മോളെ, രാജശില്പിക്ക് വേണ്ടി നീ സഹിച്ച ത്യാഗങ്ങളുടെ മുമ്പിൽ നമ്മൾ പല്ലളയൊന്നുമല്ല. ശിരസ് നമിക്കുന്നു. ശിരസ് നമിക്കുന്നു മക്കളെ. കാരണം ഇന്നലെ രാത്രി കെട്ടിവെച്ചതാ. ആ ഭാരവും ഏന്തി മോള് ദാ രാത്രിയിൽ വന്നിരിക്കുകയാണ് പാടാൻ. ഓ, രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? അല്ലേ? സൂപ്പർ സോങ്. ദേവരാജൻ മാഷ്, ആ, വയലാർ സാർ, പിന്നെ ആരാണ്? സുശീലാമ്മ, പിന്നെ പിന്നെ എന്ത് ചോദിച്ചാലും അതാ പറയുന്നത്. അപ്പൊ അവള് പിന്നെ സത്യൻ മാഷ് അഭിനയിച്ചു. പിന്നെ അപ്പൊ മക്കള് പഠിച്ചല്ലേ പാട്ടൊക്കെ? ധൈര്യമായിട്ട് പാടും. ധൈര്യമായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലി പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലി പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. തിരുമൈ നിറയെ ഉലകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. തിരുമൈ നിറയെ ഉലകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. ഹൃദയതളികയിൽ അനുരാഗത്തിൻ അമൃത നിവേദിക്കും ഞാൻ, അമൃത നിവേദിക്കും. മറക്കും, എല്ലാം മറക്കും, ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ?
രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി ലേനക്കുട്ടി എന്തോ? നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടി. കുറേ സംഗതികൾ ഇഷ്ടപ്പെട്ടു. മാസ്റ്ററുടെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല പാടാൻ. ആ ഒരു രാഗത്തിൻ്റെ എന്താണ് പറയുന്നത്, എസൻസ് ഇങ്ങനെ കുറുക്കി ഒഴിച്ചിരിക്കും ഓരോ വരിയുടെ അറ്റത്തും. അപ്പോൾ അതിനകത്ത് എനിക്ക് നിവേദിക്കും ഞാൻ അനുപല്ലവിയിലും ചരണത്തിലും ആ പോർഷനാണ് മോക്കൊരു ആ എന്താണ് പറയുന്നത്, ആ ഗ്രിഡിലോട്ടൊന്ന് വീഴണം. ആ കറക്റ്റ് ഇതിനകത്തോട്ടൊന്ന് പാടാമോ? അവിടെ അനുരാഗത്തിൻ അമൃത നിവേദിക്കും നിവേദിക്കും വേദിക്കും ഞാൻ അമൃത നിവേദിക്കും അമൃത നിവേദിക്കും വേദിക്കും. അത് തന്നെ. താങ്ക് യു. മോള് പഠിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി മോള് പഠിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇത് അതിൻ്റെ ഒരു കാതലായിട്ടുള്ളൊരു ഭാഗമാണ് മോളെ. മോളിപ്പോൾ പാടിപ്പിച്ചപ്പോൾ വന്നു, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ കോമ്പറ്റീഷന് വരുമ്പോൾ മോള് പാടുമ്പോൾ അങ്ങനെ വന്നില്ലേ, എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ അതങ്ങനെ വന്നിരുന്നെങ്കിൽ അങ്കിൾ അങ്ങോട്ട് അങ്ങ് വന്നേനെ. 2 പല്ലും പറിച്ച് ഞാൻ പോക്കറ്റിലിട്ടുണ്ടെങ്കിൽ പോയേനെ. ലവ് യു മോളെ, നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് കേട്ടോ. ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു മക്കളെ പാടുന്നത്. കാര്യം ഇത് ഈസി ആയിട്ട് പാടി പോകാനേ പറ്റത്തില്ല മക്കളെ. കാര്യം അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് മാഷ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഓരോ പാട്ടുകാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയേ ഓരോ ചതിക്കുഴികൾ വെച്ചിട്ടുണ്ട് മാഷ്. ഇങ്ങനെ അപകടം പിടിച്ച് ഏത് സംഗതി വേണേ വെക്കാം. അസാധ്യമായിട്ട് പാടിക്കൊടുക്കുക അമ്മ സുശീലാമ്മ. സുശീലാമ്മയ്ക്ക് പകരം സുശീലാമ്മ മാത്രം മക്കളെ കേട്ടോ, വേറെ ആരും ഇല്ല. കുഞ്ഞിന് നല്ല ജ്ഞാനമുണ്ട്, പിന്നെ അത് പറയാതിരിക്കാൻ വയ്യ. മോളെ ഉഗ്രനായിട്ട് പാടി കേട്ടോ. പഴയ പാട്ട് പാടാൻ മോക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊന്നും മോള് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തണം. ഇപ്പോൾ വളരെ വളരെ പ്രോഗ്രസ് ഉണ്ട്. നേരത്തെ ആദ്യമൊക്കെ പാടിയെന്നൊക്കെ നോക്കുകയാണെങ്കിൽ മോൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ. പക്ഷെ അത് ചില സമയത്ത് പാടുമ്പോൾ അറിയാണ്ട് നമ്മൾ സംഗതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ചില സമയത്ത് ഇത് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതൊന്നും കൂടെ അത് പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ പോകെ അത് വീണ്ടും ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ ചില നന്നായിട്ട് പാടിയ ചില ഏരിയാസ് ഉണ്ട്. ഈവൻ എൻഡിങ് ഒക്കെ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മോളെ പാടിയത് കേട്ടോ. നല്ല രസമായിരുന്നു. എൻ്റെ ഡിയർ ഓൾഡ് സോങ് സ്പെഷ്യലിസ്റ്റ്, ഐ ലവ് യു സോ മച്ച്. മോളുടെ പാട്ട് ഈ ടൈപ്പ് പാട്ടുകൾ മോൾ എപ്പോൾ പാടുമ്പോഴും ഞാൻ ഒത്തിരി ആസ്വദിക്കാറുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സുശീലാമ്മയെ പോലത്തെ ഒരു ലെജൻഡ് പാടിയൊരു പാട്ട് മോള് എന്നിവിടെ വന്ന് പാടാനുള്ളൊരു ധൈര്യം കാണിച്ചല്ലോ, അതിന് നല്ലൊരു കൈയടി പറയാതിരിക്കാൻ വയ്യ. കാരണം അതൊരു വലിയൊരു കാര്യമാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടി വെച്ച മനോഹരമായിട്ടൊരു പാട്ട്, അതിൽ ഇത്രയും ഡീറ്റെയിൽസ് എങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം പറയാം, മോൾ ഈ പാട്ട് ശരിക്കും പഠിച്ചിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അങ്കിളിന് 1-2 കാര്യം പറയാനുള്ളത് ലിറിക്സ് ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലാണ്. പുഷ്പാഞ്ജലി എന്നാണ് പാടിയത്, പുഷ്പാഞ്ജലിയായി കേട്ടോ. തിരുവാഭരണം ആദ്യത്തെ എനിക്ക് തോന്നുന്നു കറക്റ്റായിരുന്നു. 2ാമത് പാടിയപ്പോൾ ബിജുവിൻ്റെ ബായായിപ്പോയി. അതല്ല, നമുക്ക് തിരുവാഭരണം ഭരണിയുടെയാണ്. മേ ബി ആ റേഞ്ചിൽ ചിലപ്പോൾ പറ്റിയതായിരിക്കും മോൾക്ക് കേട്ടോ. പക്ഷെ ആ റേഞ്ച് പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിരുന്നു, പെർഫെക്റ്റ് പിച്ചിങ് ആയിരുന്നു കേട്ടോ. ഡോണ്ട് വറി. നമുക്ക് എന്തായാലും ഈ പാട്ട് മോളെടുത്ത് പാടിയതിൽ മോളെ അപ്രീഷിയേറ്റ് ചെയ്യണം. നന്നായിട്ട് പാടി. പക്ഷേ ആ 2 സംഗതി പോയത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ. കാരണം വേറൊന്നുമില്ല, കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റാവുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ആനുകൂല്യം തന്നാൽ, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു പോട്ടെ സാരമില്ല, മോളിപ്പോൾ പാടിച്ചപ്പോൾ കറക്റ്റായിട്ട് പാടുകയും ചെയ്തു. അപ്പോൾ പക്ഷേ നമുക്ക് യു കാൻ ഡു എനിത്തിങ്. സോ വി ആർ ഗിവിംഗ് യു 98 out of 100. Thank you sir. We are giving you a supreme. Thank you sir. ആടി ഒരു രാജശില്പി പൂക്കുറ്റി. Thank you. Congratulations, you are awarded a supreme. Thank you sir. പൂജാ വിഗ്രഹം തരൂ. All the best. Bye. All the best. Perfect. Bye.
മോളെ അടുത്തവണ വരുമ്പോഴേ ഈ സംഗതികളും റിലാക്സ്ഡ് ആയിട്ട് അക്ഷരം തിരുമൈ നിറയെ പുളകങ്ങൾ കൊണ്ട് ഞാൻ തിരുവാഭരണം ചാർത്തും, ഇതെല്ലാം നല്ല സ്ഫുടതയായിട്ട് ആദ്യ അക്ഷരം പഠിക്കും. ഓക്കെ, മിടുക്കിയ, അതുകൊണ്ടാണ് പറഞ്ഞു. ആലാപന മധുരമൊരുക്കാനെത്തുന്നു സിദ്ധു. വെൽക്കം സിദ്ധുകുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്, ഞാൻ നാടകഗാന റൗണ്ടാണ് പാടാൻ പോകുന്നത്. ഇന്ന് ദുഷ്യന്തനായിട്ടാണ് സ്റ്റേജിൽ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോസ്റ്റ്യൂം മണ്ടപ്പോൾ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ശകുന്തള, പിന്നെ ഡാൻസിലെ ചേട്ടന്മാർ ചേച്ചിമാർ ഒക്കെ കൂടി പോയി അടിപൊളിയാക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും കാണണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമസ്കാരം ദേവപ്രഭു. നമസ്കാരം. കൊള്ളാം മോനെ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഒരു നല്ലൊരു മീശയും എല്ലാം നിനക്ക് ചേരും. അതാണ് കാരണം, മീശ വെച്ചാലും ചേരും, താടി വെച്ചാലും ചേരും, തൊപ്പി വെച്ചാലും. അത്ര മതി അണ്ണ, അത്ര മതി. അപ്പൊ ഞാൻ നിർത്തി. എന്തൊക്കെ ഐശ്വര്യം ഉണ്ടടാ. നീ ഏതാ പാടുന്നേ? ഞാൻ ഇന്ന് മാനേ പുള്ളിമാനെ നാടകഗാന റൗണ്ട്. ആഹാ, അപ്പൊ ഏത് രാജാവാണ്? ദുഷ്യന്തൻ. ദുഷ്യന്തൻ. അതാണ് അതെ, അതെ. രാജാവേ പാടിക്കോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. എന്ത് പറ്റി? കഴിഞ്ഞു. എന്റെ ദൈവമേ, ഞങ്ങളുടെ മാന കിട്ടുന്നത് ഇവിടെ നിന്ന് പിള്ളേരെയും കാണാനില്ല, മാനും അനങ്ങുന്നില്ല. പകരം 3 മാനുകൾ വരുന്നു. 3 കുഞ്ഞാടുകൾ. കാണാൻ സുന്ദരൻ. ഈ വേഷം വളരെ യോജിക്കുന്നുണ്ട്. സൂപ്പർ. പിന്നെ കോറിയോഗ്രാഫിയും അതുപോലത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനോഹരമായിരുന്നു. എന്താണ്, മാനും രാജാവും പിന്നെ ആരായിരുന്നു കൂടെ?
ശകുന്തള. ശകുന്തളയായിരുന്നാ? ശകുന്തള എന്ന് ശകുന്തളയാണോ ശകുന്തള? ശകുന്തള. ശകുന്തള. ഈ ശകുന്തള ഈ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ. അത് കഴിഞ്ഞ് തുടങ്ങിയ പൂവമ്പൻ എന്നല്ലേ? പക്ഷെ ആ പൂവങ്ങ് പോയല്ലോ മോനെ. അത് മൈക്ക് കുറച്ച് വേഗോട്ടായി. ആ വമ്പൻ എന്നാ തുടങ്ങി. വമ്പൻ കാണാത്താന്ന് പറഞ്ഞോണ്ടാ തുടങ്ങിയ പൂവമ്പൻ. പിന്നെ രണ്ടാമത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ഈ വമ്പൻ. ഇങ്ങനെ മൈക്ക് ആ പൂവമ്പൻ. കുഴപ്പമില്ല, എനിക്ക് ആ പൂവമ്പൻ എന്നുള്ള സെൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ മോനെ ഫസ്റ്റിലുള്ള മോൻ്റെ മെയിൻ ഒരു പ്രോബ്ലം ഞാൻ കണ്ടത് സംഗതികൾ പാടുമ്പോൾ അതിനകത്തൊരു ഒരു പെർഫെക്ഷൻ. വെള്ളിയല്ല, അത് വെള്ളിയല്ല, ഒരു കാറ്റ്. അപ്പം മാനെ ഒന്ന് പാടിക്ക്. മാനേ 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 നേ നേ ആ പുള്ളിമാനേ ആ നീ മാലിനി തീരത്ത് മാലിനി തീരത്ത് തേടുവതാരേ മാനേ മാനേ. മാനേ. ആ ഒരു സംഗതി കേട്ടോ അങ്കിള് പാടുന്നേ. അത് മോൻ പാടുമ്പോൾ ഒരു കാറ്റിന്റെ ഒരു എഫക്റ്റ് അതിനകത്തോട് വരുന്നുണ്ട്. ആ ക്രിസ്പിനെസ് വരണം. അടുത്തൊരു വേറെ സംഗതി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മാലിനി എങ്ങു പോയോ മനെ ആ ആ സംഗതിയുടെ ക്രിസ്പിനെസ് ആണ് ഞാൻ വീണ്ടും പറയുന്നത്. ആ അടുത്തത് എങ്ങു പോയോ മനെ നിന്നെ വളർത്തിയ കണ്വാശ്രമത്തിലെ 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 തോഴി ശകുന്തള. എങ്ങു പോയോ മനെ നിന്നെ വളർത്തിയ കണ്വാശ്രമത്തിലെ തോഴി ശകുന്തള. മാനേ 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 മാനേ. മാനേ. ആ അത് ഇതെല്ലാം മോൻ പാടുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ആ കറക്റ്റായിട്ടുള്ള ബൃഗയുണ്ടല്ലോ, കറക്റ്റായിട്ട് ഓരോ നോട്ടും പെറുക്കി കാണിക്കണം. ഓക്കെ സാർ. അതാണ് അത് മോന് ശീലിച്ചാൽ കിട്ടും കേട്ടോ. കാരണം അത് ഈ ഓരോ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നെന്ന് തോന്നുന്നു ഇല്ലേ? ഈ സ്വരം പാടിയിട്ട് ആ സ്വരം പതുക്കെ പാടി സ്പീഡിൽ പാടി എന്നിട്ട് അതിൻ്റെ മേളിൽ മാ എന്ന് പാടി ആകാരം പാടി ഒകാരം പാടി അങ്ങനെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കിട്ടും. ആ കാറ്റങ്ങ് എടുത്ത് കളയണം. അത് വെള്ളിയല്ല അത്. അപ്പം അങ്ങനെ കുറച്ച് ഇങ്ങ് പോയി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നന്നായിരുന്നു. താങ്ക് യു സാർ. മക്കളെ രാജാവേ എന്തോ നന്നായിരുന്നു കുഞ്ഞെ. താങ്ക് യു സാർ. കാര്യം ഇത് നമ്മളെല്ലാം നോട്ട് ചെയ്തേക്കുന്ന പോയിന്റ്സ് അത് തന്നെയാണ്. അപ്പൊ അത് മക്കൾ തുടങ്ങിയാൽ തന്നെ ആ മാൻ എന്നുള്ള മാൻ വേറെ എവിടെ നിന്നും കണ്ടാ മക്കള് മാനിനെ എടുത്തോണ്ട് വന്നത് കേട്ടോ. അപ്പൊ അത് എപ്പോഴും നോക്കണം. നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അവിടെ തുടങ്ങുമ്പോൾ ഒരു ഒറ്റ ഗിയറങ്ങ് കയറുക. വളരെ സ്ട്രെയിൻ ആയിരുന്നു. അല്ല സ്ട്രെയിൻ ഉണ്ട് മോൻ. അതുകൊണ്ടാണ് ഈ സംഗതി പാടുമ്പോൾ ഇടയ്ക്ക് അണ്ണം പറഞ്ഞ പോലെ ഒരു ബ്രേക്കിന്റെ അംശം ഇടയ്ക്കിടയ്ക്കുള്ളത് ചിരിക്കുന്ന പോലെ ആവുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അത് ആ സ്ട്രെയിൻ മാറുമ്പോൾ മാറും മക്കളെ കേട്ടോ. പ്രാക്ടീസ് ചെയ്തോളുക. പിന്നെ ആ മാൻ പിന്നെ എങ്ങ് പോയി അവനെ ഇപ്പൊ പാടിച്ചു. ആ രണ്ടാമത് പാടിയതും അത് കൃത്യമാവുക മക്കളെ. എപ്പോഴും തെന്നി പാണ്ടിരിക്കുക. കാര്യം അതിന് ഒരു നല്ലൊരു സുഖമുള്ള കോമ്പസിഷൻ അല്ലേ. പിന്നെ ഇത് ആരാ പാടിയേക്കുന്നത്? എന്താ സാർ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ആഹാ. അപ്പം മക്കളെ ഇതാണ് പ്രധാനമായിട്ടുള്ളത്, ഒരു ക്ലാരിറ്റി. കാര്യം എപ്പോഴും ഇപ്പം അണ്ണം പാടിച്ചാലാണ് ഇപ്പം ഞാൻ പാടിച്ചാലും അത് തന്നെ പാടിക്കേണ്ടത്. അപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. മക്കള് ശരിയായിക്കോളുക. കാര്യം മൊത്തത്തിൽ കാണാനും ഈ എന്താ പറയണ്ടത് ഒരമ്മ പറ്റതെല്ലാം തൊപ്പിക്കണ്ണന്മാരെന്ന് പറഞ്ഞ പോലെ മാനെല്ലാം ഒരേപോലെ ഇരുന്നെങ്കിലും പക്ഷെ ആ മാനിനെ പുറകെ നിന്ന് അനക്കിയ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകം കാര്യം ഇരുന്നിട്ടേ മാനിന് ജീവൻ കൊടുത്തോണ്ടിരുന്ന കുറച്ച് നമ്മുടെ ചെക്കന്മാർക്ക്. അല്ല വേറെ കാര്യമുണ്ട്, 2 മിനിറ്റ് ഒന്ന് കുത്തിയിരുന്നേ. ഓ ഇടപാട് തീർന്നു. നിനക്കൊന്ന് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റും, അത് കൊറേ നേരം പിന്നെ എണ്ണിക്കാൻ പറ്റത്തില്ലല്ലേ? പറ്റും. പിന്നെ അങ്ങ് ഞങ്ങൾ കിടക്കുക. പിന്നെ അങ്ങ് അവിടെ അങ്ങ് ഇരിക്കും. ഒന്ന് ഇരുന്ന് നോക്കി, ഇങ്ങനെ കുത്തി ഇരുന്ന് നോക്കി. അങ്ങനെ ആഹാ ഇതെല്ലാവർക്കും പറ്റുന്ന അങ്ങനല്ല, ഇങ്ങനെ കുത്തിയിരിക്കാൻ. ആ അങ്ങനെ അങ്ങനെ കുറച്ചേരം ഇരിക്കും. ഇനി അടുത്ത ആള് പറ. എന്താണ് അല്ല അങ്ങനെ ഇരിക്കേ. അല്ല അവിടെ ഇരുന്നോ, സുഖമല്ലേ, ഇരുന്നോ. ഇത് കമന്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എണ്ണിക്കാൻ പറയാം. ചെറിയ മോനെ അതാണ് പ്രധാനമായിട്ട് ഒരു പെർഫെക്ഷൻ. നല്ല രസമായിരുന്നു മൊത്തത്തിൽ കാണാൻ. അത് ശകുന്തളയും ഐശ്വര്യ അല്ലേ, അതൊക്കെ നന്നായിരുന്നു. ആ ഡാൻസസ് എല്ലാവരും കൂടെ കലക്കി. അപ്പം മക്കളെ പാട്ട് കുറച്ചും കൂടെ ഈ സ്ലിപ്പ് ആകാണ്ട് സംഗതി കുറേയും കൂടെ പെർഫെക്റ്റ് ആയിട്ട് പാടും. ഞാൻ പ്രാക്ടീസ് ചെയ്യണം രാജാവേ. രാജാവ് സുന്ദരനാണ് കേട്ടോ. ഇത്രയും സുന്ദരനായിട്ടുള്ള രാജാവ് നമുക്ക് ഉണ്ടായിരുന്നോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് രാജാവേ. രാജഗുരു. എന്തോ എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്നറിയോ ആ മീശ.
ഒരു രക്ഷയില്ല. ആ മീശ എടുത്ത് മാറ്റിയാൽ നമുക്ക് സിദ്ധാനെ കാണാൻ പറ്റും. പക്ഷെ ആ മീശ ഉണ്ടെങ്കിൽ വേറെ ആരോ. അല്ല ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. അതല്ല, ഒരു രക്ഷയില്ല, ഇടുമായിട്ടുണ്ട്. മോനെ എന്താണെങ്കിലും നല്ല പെർഫോമൻസ് കേട്ടോ. അത് കാരണം ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഒരുമിച്ച് കൊണ്ടുവരേണ്ടി വന്നു. മോന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് തലയിൽ വെയിറ്റ് ഉണ്ട് അല്ലേ? ഉണ്ട്. ചൊറിയുന്നുണ്ടോ? അങ്ങനെ വല്ലതും ചെറുതായിട്ടല്ലേ? ഈ കോസ്റ്റ്യൂം ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനിടയ്ക്കുള്ള ഈ ഡാൻസ് സ്കോർ, ഡാൻസിന്റെ മൂവ്മെന്റ്സിന്റെ ഒപ്പം ചേർന്ന് നിൽക്കുക, അതിന് റെസ്പോൺസുകൾ കൊടുക്കുക, അതുണ്ട് ഇല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ കൂടെ ഈ പാട്ട് പാടുകയും മോൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മെയിൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പുറകിലോട്ട് നിന്നിട്ടൊക്കെ പാടിയില്ലേ ശകുന്തള ഓടിപ്പോയതിന് ശേഷം. അപ്പോൾ അതൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പാടുന്ന പോലെ ആയിരിക്കില്ലല്ലേ ഒരു പക്ഷെ ബാക്കിൽ നിന്ന് പാടുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ശരിക്കും ഞാൻ അവിടെ നിന്നാണ് പാടുന്നത്, പക്ഷേ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് ഇംപ്രവൈസ് ചെയ്തു. നന്നായി. അല്ലെങ്കിൽ അതിനുവേണ്ടി ഓടി വരുമ്പോൾ നമ്മൾ ക്യാരക്ടറിൽ നിന്ന് മാറും അല്ലേ? അപ്പൊ എന്താണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. നല്ല രസമുണ്ടായിരുന്നു മോനെ. ഡാൻസും ആർട്ടും എവറിത്തിങ് വാസ് ഗുഡ് കേട്ടോ. എനിക്ക് ആകെ മോൻ ഇടയ്ക്ക് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഈ എസ്പെഷ്യലി സംഗതികൾ പാടുമ്പോൾ മൃഗയൊക്കെ വരുമ്പോൾ കുറച്ച് സ്ക്രാച്ച് കേൾക്കാം. സ്ക്രാച്ചിന് ഭയങ്കര ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അത് സംഗതിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോയി കേട്ടാ. അപ്പൊ അതൊന്ന് എം പറഞ്ഞ കാര്യം നീ മനസ്സിൽ വെക്കണം. നമ്മള് മൃഗ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പ്രോപ്പർലി കിട്ടുക. അതൊന്ന് പ്രാക്ടീസിലൂടെ തന്നെ കിട്ടേണ്ട കാര്യമാണ് കേട്ടോ. തൊണ്ടയ്ക്ക് വേറെ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ? തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആണ് എല്ലാം കൂടെ ഉള്ള അല്ലേ? അതർവൈസ് വെരി നൈസ് ടു ലുക്ക് അറ്റ്. നല്ല പെർഫോമൻസ്. താങ്ക് യു. ഈ ബസ് വേണമെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ വേണമെങ്കിൽ മോനെ പാടി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലായി എന്തോ ടാലന്റ് ഉണ്ടെന്നുള്ളത്. പ്ലോട്ട് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. കാരണം അത് പല്ലവി തന്നെ അറിയായിരുന്നു. അപ്പം അതുമൂലമുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ. ആ സംഗതിയിൽ പാടുമ്പോൾ അല്ലെങ്കിൽ വളരെ പുഷ്പം പോലെ പാടുന്ന ഒരാളാണ് സിദ്ധാൻ. ഇതിനകത്ത് കുറച്ച് സ്ക്രാച്ചും അതുകൂടാതെ ചില പോർഷൻസ് എത്തിയില്ല. പിന്നെ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ കൊണ്ടും മേ ബി കുറച്ച് കൺട്രോളൊക്കെ പോയിരുന്നു അവിടെയൊക്കെ. ചരണം പോർഷനാണ് അങ്കിളിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഏതോ വിദൂരം എന്നുള്ള പോർഷൻ മുതൽ കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് പല്ലവിൽ മേ ബി തുടക്കമല്ലേ, അപ്പോൾ തുടക്കത്തിൻ്റെതായിട്ട് ഇഷ്യൂസ് ആയിരുന്നു. എന്നാലും സിദ്ധാൻ്റെ ഒരു ഫുൾ കപ്പാസിറ്റി ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത് കുഴപ്പമില്ല, ഇതുകൊണ്ടല്ലേ ത്രോട്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പിന്നെ മീനുകുട്ടി വിശേഷങ്ങളൊക്കെ പറയാം. സുഖല്ലേ? നല്ല ഡ്രസ്സൊക്കെ. ഇനി രണ്ട് വിശേഷവും കൂടെ പറഞ്ഞ ഒരുത്തന്റെ കാര്യം ഒരു തീരുമാനം. പിന്നെ മോനെ ഈ ഡ്രസ്സ് മോൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ അതോ ഇവിടെ നിന്നാണല്ലേ? ഇതൊന്ന് വീട്ടിലൊക്കെ ഇവിടെയൊക്കെ ഇട്ട് പോവാം. വീട്ടിലൊക്കെ ഇട്ടിട്ടൊക്കെ പോവാം കേട്ടോ, നന്നായിരിക്കും. എന്താ മീയക്കുട്ടിയുടെ അഭിപ്രായം എന്താ? അല്ല അവരെന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നോക്കിയപ്പോ വേറൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അയ്യോ അതല്ല, 2 ലക്ഷം വേണം. 2 ലക്ഷം വേണം. 2 ലക്ഷം എന്നാണോ? ഞാൻ വിചാരിച്ച 2-ന് പോണെന്ന് വിചാരിച്ചെന്നാ. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളവും പേപ്പറും കൂടെ എടുത്തത്. അതല്ല മീനുകുട്ടി ഒരാളുടെ അവസ്ഥ നോക്കിയ ബർത്ത്ഡേ ആണെന്ന്. പക്ഷെ മിടുക്കനാണ് കേട്ടാ. നോക്ക്, ഇത്രയും നേരം ഇരുന്നിട്ട് അവൻ പുല്ലുപോലെ എണ്ണീറ്റു. അങ്ങനെ ഒരാൾക്ക് പറ്റത്തില്ല. അറിയോ? പറ്റുമോ? മീയക്കുട്ടിക്ക് പറ്റുമോ? ഇല്ലല്ലോ. അല്ല ഇനി അടുത്ത 2 പാട്ട് കഴിയുമ്പോ മീയക്കുട്ടിയുടെ പറ്റും പറ്റും. അതുകൊണ്ട് ചെയ്യണ്ട, നിനക്കല്ലേ പറ്റാത്ത, അതുകൊണ്ട് നീ പ്രാക്ടീസ് ചെയ്യണം. അയ്യോ സാറേ, അവള് കൊറേ നേരം റെസ്റ്റ് എടുക്കായിരുന്നു. ഇനി ഞാൻ കുറച്ചു നേരം നിൽക്കട്ടെ, അവള് കുറച്ചു നേരം. അടുത്ത 2 പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനി മീയക്കുട്ടി 2 ആങ്കർ ഒരുപോലെ ആയിരിക്കും. അതായിരിക്കും പന്തിയിൽ വർഷാവേദമില്ല. മിക്കവാറും ഈ പാട്ട് കഴിയുമ്പോ ഇവള് ഓടി രക്ഷപ്പെടും. ഈ ടാസ്കിന് ഒരു പരിഹാരമുണ്ട്. എനിക്ക് പൊക്ക വരാൻ പാടില്ല, അവൾക്കേ കൊടുക്കാൻ. അത്രേ ഉള്ളൂ. അല്ല അവളും കൂടി ഇരുന്ന് അവക്കും കൊടുക്കത്തില്ല. അപ്പൊ മക്കളെ, സോ വി ആർ ഗിവിംഗ് യു 97 ഉള്ളൂ എങ്കിലും വിഷമിപ്പിക്കുന്നില്ല. 98 out of 100. താങ്ക് യു സർ. മോനെ കുട്ടാ, എന്തോ we are giving you a supreme. താങ്ക് യു സർ. ആടി ഒരു മാൻ കുക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded a supreme. താങ്ക് യു. പാട്ടുകൂട്ടിലേക്ക് മനോഹര ഗാനവുമായി എത്തുന്നു ഋതിക. വെൽക്കം ഋതിക ചേച്ചി ഓൺ സ്റ്റേജ്. Ritika in black and green. dark green.
ഇതുപോലെ ഞാനൊരു പാൻറ്റും ഒരു ഷർട്ടും ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിക്കും. അസാധ്യമായിരിക്കും അണ്ണ. നല്ലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എനിക്ക് അസൂയ ഉണ്ടായിരുന്നൊരു ഡ്രസ്സുമായിട്ട് വരുമായിരുന്നു ഒരു കുട്ടി, നമ്മുടെ ഹനൂന. ഹനൂന് വരുമ്പോൾ എനിക്ക് എപ്പോഴും അസൂയ. കാരണം വേറൊന്നുമല്ല, ഭയങ്കര കോമ്പിനേഷനാണ്, കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ പോലെ ഋതികയുടെ കോമ്പിനേഷൻസ് ഈസ് വെരി ഗുഡ് ഡ്രസ്സസ്. അപ്പോൾ ഏത് പാട്ട് പാടുന്നേ? ഉണരൂ വേഗം നീ. വീണ്ടും വന്നല്ലോ ഉഷാ ഖന്ന. ഉഗ്രായിട്ട് പാടുക ചക്ര. ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ്. ഋതിക നന്നായിട്ട് പാടി കേട്ടോ. നമ്മുടെ ടേക്ക് ഓഫ് വന്നത് വന്നു പൂവണി മാസം, അനുപല്ലവി കലക്കി.
കാരണം അവിടാണ് മലരെ തേൻമലരെ എന്നുള്ളതിൻ്റെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സുഖം കിട്ടിയത്. തുടക്കത്തിൽ മലരെ തേൻമലരെ ഓക്കെ, പല്ലവി ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയാണ്. പിന്നെ ചരണവും കൊള്ളാം, അതിനിടയിൽ ചെറിയ കതിർ ചൂടി അതിൻ്റെ ശ്രുതിയാണ്. ഒരു മോളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടാവുന്നുള്ളേ ഉള്ളൂ. കാരണം അനുപല്ലവിയിൽ പാടാമെങ്കിൽ എന്തുകൊണ്ട് ചരണത്തിൽ പാടിക്കൂടാ? കതിർ ചൂടി, ഗായകൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഇത്തിപ്പൂരം, ഒരു ശ്രുതിയുടെ സംഭവം, അത്രയേ ഉള്ളൂ. പക്ഷെ ടോട്ടലി വളരെ മനോഹരമായിരുന്നു കേട്ടോ. ആ പാട്ടിനോടൊരു നീതി പുലർത്തി എന്ന് 100% പറയാം. പിന്നെ ഒരു ചെറിയൊരു സംശയം കൂടെ, ഈ നീ എന്ന് പറയുന്ന ഇത്രയും ഷോർട്ടാണോ അതോ ഇത്തിപ്പൂരം കൂടെ ഉണ്ടോ? അത് ഗ്രൂമസ് പറഞ്ഞു ഭയങ്കരമായിട്ട് നീട്ടണ്ട, നീട്ടണ്ട എന്നാ കുറയ്ക്കാൻ വേണ്ട. ആ ഉണരൂ വേഗം നീ നീ അത് വരണ്ടേ? ഒന്ന് കോട്സ് എന്നിട്ടേ ഉണരൂ വേഗം നീ. അവിടെ നീ ഇത്ര ഉണരൂ വേഗം നീ ഉണരൂ വേഗം നീ സുമറാണി. അത് അന്ന് വെച്ചാൽ അത്രയും നീട്ടരുത്, ഇത്രയും കുറയ്ക്കരുത് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഉഗ്രം പാട്ട്, മോള് നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. ചില ഏരിയ ഒക്കെ സൂപ്പറായിരുന്നു മോള് പാടിയത്. അപ്പോൾ ആ തുടക്കത്തിലുള്ള ഒരു ഏരിയ അത് കുഴപ്പമില്ല. പിന്നെ പിന്നെ പാടി പാടി അങ്ങ് ചൂടായി. പഴയ വാൽവ് സെറ്റ് പോലെ അറിയാം മോക്ക്. പഴയ റേഡിയോ ഒക്കെ വാൽവിലാണ്, ഈ ട്രാൻസിസ്റ്റർ ഇല്ല. അപ്പോൾ ആ സമയത്ത് അത് ഒന്ന് ചൂടായി കിട്ടിയാലാണ് നല്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അത് ഉണ്ടാവുക. ചെറിയ ഒരു ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മന്ന് പിന്നെ മോളങ്ങ് പറന്നുയർന്നു, പിന്നെ തകർത്തു. എന്തൊക്കെയാലും നല്ലൊരു പാട്ട്, വളരെ മനോഹരമായിട്ട് പാടി. ടോപ്പ് ബാൻഡ്, സൂപ്പർ സൂപ്പർ. പിന്നെ ദോശക്കല്ലില്ലേ, ദോശക്കല്ല് ചൂടാകുന്നതിന് മുമ്പ് ദോശ ഒഴിച്ച് ഇതാക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് വേവില്ലല്ലോ. എന്ന് പറഞ്ഞവരാണ് പല്ലവിക്ക് പറ്റിയത്. ബാക്കിയൊക്കെ സെറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് ആയിരുന്നു. അമേസിങ് ആയിട്ട് പാടി. കാരണം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത് ഒരു ക്ലാസിക് പാട്ടല്ലേ, അങ്ങനത്തെ ഒരു പാട്ട് എപ്പോൾ കേട്ടാലും നമ്മൾ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആ പാട്ടിന് പറ്റും. അത് ഓൾറെഡി ആ ചോയ്സിൽ യു മെയ്ഡ് എ ഗ്രേറ്റ് ഡെസിഷൻ. പക്ഷേ ഈ പാട്ട് തുടങ്ങിയ ഫസ്റ്റ് ലൈൻ എനിക്ക് ഒരു കുഴപ്പം തോന്നി. തുടങ്ങിയപ്പോൾ തന്നെ അയ്യോ നായിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് പാടിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അതങ്ങ് പോയി. പക്ഷെ ആഫ്റ്റർ ദാറ്റ് യു ഡിഡ് വെരി വെൽ. താങ്ക് യു. ഹൃദയകുട്ടി, എന്താ സർ? ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു ഈ പാട്ട് പാടിയതിലൂടെ. അങ്കിള് എറണാകുളത്തുകാരനാണ്. വളരെ ചെറുപ്പത്തിൽ ഒരുപാട് ഗാനമേള കേൾക്കാൻ പോകുമ്പോൾ ഈ പാട്ട് പല പല വേദികളിൽ ഇങ്ങനെ കേട്ടിട്ട് ജെൻസി ചേച്ചിയും അതേപോലെ മോളി ചേച്ചിയും സുജാത എന്നൊരു സിംഗർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററും ഈ പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ പെട്ടെന്ന് തന്നു. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇഷ്യൂസ് ഇല്ല എന്നല്ല, ഇഷ്യൂസ് കുറച്ചൊക്കെ MG ഞങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നാലും വളരെ പ്രൊഫഷണൽ സ്റ്റൈൽ സിംഗിങ് ആയിരുന്നു മോളുടെ. നല്ല ബോൾഡ് വോയിസ്. മോളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ വോയിസാണ്. അത് ഈ പാട്ടിന് വളരെയധികം സൂട്ടാണ്. എന്നിട്ട് പാടിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ലാസ്റ്റ് ചരണമാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു അതിൽ കേട്ടോ. ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. 98 ആണ് എങ്കിലും ഫോർ ദ എഫേർട്ട് വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു സർ. ഹൃദയകുട്ടി, വി ആർ ഗിവിംഗ് യു എ സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. പുകുറ്റി ഉണരൂ. Congratulations, you are awarded a super super. താങ്ക് യു. All the All the best. All the best. വിനോട്ടി, അടുത്ത ആരാണ്? നമ്മുടെ ഭാവയാമി കുട്ടിയാണല്ലോ. അയ്യോ, one minute, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോടാ? ബാത്റൂമിൽ പോണോ? ബാത്റൂം ആണോ? അല്ല, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. രണ്ടിനോ? വെൽക്കം ഭാവയാമി. ഭാവയാമി കുട്ടി ഓൺ സ്റ്റേജ്. ശ്രീഹരിച്ചേട്ടനടെ അപ്പൊ അവൻ ഓടിയതേ ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുക. ഇതെന്തോ ഈ ചുമപ്പ് തലേ കൂടെ ഒക്കെ ഇട്ടിട്ട്? അത് വെച്ച് മുറ്റമടിക്കാം. എന്തോ ഈ വേഷം, അല്ല, കയ്യില് ചുമപ്പ്, തലയില് ചുമപ്പ്, ഉടുപ്പില് ചുമപ്പ്. മൈലാഞ്ചി. ഓ, അല്ല, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല, വെറുതെ വന്നതാ, ഇട്ടോണ്ട് വന്നു. ആ ഡാൻസേഴ്സ് ഉണ്ടായിക്കോട്ടെ. ഈ വേഷം എന്തിനാ ഇട്ടിട്ട് വന്ന കുഞ്ഞ്? കസവത്താട്ടം. അതെവിടെ പോകുന്നു? കല്യാണത്തിന് പോവാണോ? അല്ല, പിന്നെ എന്താ ഉദ്ദേശം? സിംഗർ പാടാണ്. ഇത് ടോപ്പ് സിംഗർ ഇല്ലേ? ഇതിപ്പോ TP സിംഗറായി. മാറി. TP സിംഗർ
സിംഗർ അയ്യോ അല്ല TP സിംഗർ അല്ല ഇവിടെ അല്ല, വഴിമാറിപ്പോയി. അല്ല 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 അല്ല, ഞങ്ങൾ ഇവിടെ അടുത്ത സീസൺ 4 ആയി, അറിഞ്ഞില്ലേ? കുഞ്ഞറിഞ്ഞില്ലേ ഇത്? ഞാൻ കണ്ടു സീസൺ 4 സീസൺ 3-ലല്ലായിരുന്നോ ഭാവയാമി? എന്റെ കയ്യില് രണ്ട് കയ്യിലും അല്ല, 2 കയ്യിൽ മൈലാഞ്ചി ഇരിക്കട്ടെ, സീസൺ 3-ലല്ലായിരുന്നോ? മൈലാഞ്ചി ഉണ്ട്. കാലിലും ഇരിക്കട്ടെ, ഉച്ചയിലും ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഭാവയാമി കുട്ടി സീസൺ 3-ലല്ലേ? കഴിഞ്ഞു, പൊക്കോ. ഞാൻ പോട്ടെ. ആ കഴിഞ്ഞു. കഴിഞ്ഞു മക്കളെ. ഇത് സീസൺ 4 പുതിയ കുട്ടികളാ. ദേ ഇരിക്കുന്നുണ്ടോ? ദേ ഇവിടെ ഇവിടെ ഇവിടെ. പുതിയ കുഞ്ഞുങ്ങളാ. കണ്ടോ? ഒരു ചാച്ച കൊടുത്തേടി. ആ 3 പേരുള്ളല്ലോ, മറ്റേ സീറ്റുകളുണ്ടല്ലോ. അത് ഇനി എടുക്കണം, ആൾക്കാർ വേണം. എടുക്കണം. ഓഡിഷൻ നടന്നോണ്ടിരിക്കുക. ഇനിയിപ്പം ഭാവയാമി കുട്ടിക്കുള്ളതാണ് ആ സീറ്റ്. ആ കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല 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 വേണേ ഒരു പാട്ടും കൂടെ പാടാൻ അവസരം കൊടുക്കാം അല്ലേ? ഈ വേഷമൊക്കെ ആയിട്ട് വന്നാലോ കുഞ്ഞ് മതിയായി എന്നാണ്. അല്ല, ഈ ശ്രീഹരി എവിടെ പോയി? ഇത്ര ഗുവാരി ശ്രീഗുരിയോ? ഗുരിയോ? അല്ല ലഡ്ഡു ശ്രീഹരി ചേച്ചി ശ്രീഹരി ചേച്ചിയോ? ചേച്ചി നല്ല മുടിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. എങ്ങനെയുണ്ട് അതെ. ഭാവയാമി കുട്ടി? ഭാവയാമി കുട്ടി എങ്ങനെയുണ്ട്? പിന്നെ നമ്മുടെ മിയക്കുട്ടിയുടെ തലമുടി എങ്ങനെയുണ്ട്? ശരിക്കും വെപ്പ് മുടിയാണോ? ശരി, നല്ല കറക്റ്റ് ആണോ? മുടി ഒന്ന് ഇളക്കി കാണിച്ച മക്കളെ. വരൂല. ഒന്ന് പിടിച്ചു നോക്ക്, വരുമോ? ഒന്ന് അയ്യോ, പിടിച്ചു വലിച്ചു നോക്ക്, വരുന്നുണ്ടോ? പയ്യെ പയ്യ പയ്യാണ്. കണ്ണാടിന്ന് രക്ഷപ്പെടാനാണെന്ന് തോന്നുന്നു. മോനെ പ്രധാനമായിട്ട് കവർ ചെയ്യേണ്ട സ്ഥലമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തില്ല. ഫ്രീ ആണ് ഇപ്പൊ. അത് ചെയ്തില്ല. ഇതിപ്പോ ഞാൻ വെച്ചോണ്ട് വന്ന എന്തിനാന്നറിയോ? ആ. ഇതിപ്പോ ഒരു പ്രൊട്ടക്ഷൻ, അല്ല, പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലമില്ലേ? അവിടെ മാത്രം പ്രൊട്ടക്ഷൻ ഇല്ല. അത് തന്നെ. കൊച്ചു വന്നപ്പോ പേടിച്ചു. വേറെ ആംസ് ഒക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും പൊട്ടിച്ച് കളയരുത് മക്കളെ. ഇവരിങ്ങനെ ഇട്ടോണ്ട് വന്ന എന്തിനാന്ന് ചോദിച്ചു. എന്തിനാട്ടേ? ഒന്നും പറയാൻ എന്നെ പറ്റില്ല. പേടിച്ചിട്ടാ. നിങ്ങളെ സംസാരിക്കും, ഞങ്ങള് മിണ്ടുന്നില്ല. ഇതില്ലേ, ഞാൻ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എങ്ങാനും കയ്യില് നല്ലൊരു അടി എന്നാ എനിക്ക് വേദനിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഓ ഷോ ഷോ ഓ ഷോ ഷോ ഉത്തരം പറ. പറയടാ. എന്നാ മച്ചോ എടാ കുളമൻ, ഈ ഡ്രസ് നീ ഈ പാട് കാലിലൊക്കെ ഇട്ടത് മനസ്സിലായി, അടി കിട്ടാൻ ഈ ബാറ്റ് എന്തിനാ? അത് തന്നെ. അണ്ണ ബാറ്റ് അവൻ അങ്ങനെ പിടിക്കും. ബാറ്റ് അങ്ങനെ വെക്കുക. ഓ, ബാറ്റ് തട. ക്രിക്കറ്റ് കാരണം മോളെ, അവന്റെ നെഞ്ചത്തൊന്ന് ഇങ്ങനെ കൈ വെച്ച് നോക്കി, അവിടെ ഒന്ന് അടിച്ചു നോക്ക്, എന്തെങ്കിലും പറ്റുന്നുണ്ട്. അല്ല, ഇങ്ങനെ തട്ടി നോക്ക്, ഉണ്ടോന്ന്. അല്ല, തട്ടി നോക്കാൻ. ഹാർട്ട് വല്ലതും അടിക്കുന്നുണ്ടോന്ന്. ആ, ഇല്ലല്ലോ. അവൻ ഞെട്ടി നിൽക്കുക. മക്കളെ, ഇതിലാരാ പ്രാണി, ആരാ കരടി? അയ്യോ, ഞാൻ പറയട്ടെ. ആ, രാജേഷാണ് പ്രാണിയോ? അപ്പൊ ഈ അങ്കിൾ എന്തോ ഇങ്ങനെ അറ്റത്തിരിക്കുന്നേ? ഒരാള് തിരിഞ്ഞിരിക്കാൻ. അത് കോഴിയാണോ, പൂവൻ കോഴിയാണോ? പുലിയല്ലേ? പുലിയാണ്. ഇത് കിങ്ഡം. അല്ല, പുള്ളിക്ക് 8 കാലും വേണം, എന്തായാലും വായിക്കാൻ പറ്റത്തില്ല, കൊറേ ഇതില്ല. അയ്യോ, പിന്നെ വേറെ അങ്കിള് പറയട്ടെ. എന്തുവാടാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നേ? അയ്യോ സാറേ, അവിടെ ഇതെന്റെ ഇവിടുത്തെ വെപ്പണാ. ഏത് പാട്ടാ പാടുന്നേ? മയിൽപ്പീലി കണ്ണുകൊണ്ട്. മയിൽപ്പീലി കണ്ണുണ്ടോ? ഞാൻ വേണ്ടിയിട്ടുള്ള പടം ആണോ? എങ്ങനെയാ അതിന്റെ തുടക്കം? എങ്ങനെയാ? മയിൽപ്പീലി കണ്ണുകൊണ്ട് കൽബിന്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ പാട്ടിന്റെ ചിറകിന്മേൽ പരിമളം പൂശുന്ന പനിനീർ പൂവിന്റെ പേരെന്ത്? മൊഹബത്ത്. അയ്യോ, ഇത് കണ്ടോ കുളമൻ? കണ്ണ് കാണാവേലേ. പക്ഷെ അവന് സേഫ്റ്റി ഫസ്റ്റ്. ഒരു കാര്യം ചെയ്യാം മീനുട്ടി, കാരണം മോള് പാടട്ടെ, കാരണം അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നു. അതെ അതെ അതെ. സേഫ്റ്റി
അതെ ഇനിയിപ്പൊ അടുത്ത സ്റ്റെപ്പാണ് അടി. ഞാൻ അടിക്കുന്നില്ല. ചിലപ്പോ അടിച്ചെന്നിരിക്കും, പറയാൻ പറ്റത്തില്ല. അടിക്കും ചിലപ്പോ. അല്ല, ചിലപ്പോ മാറും. കാരണം കഴിഞ്ഞ തവണ ഇവനായതുകൊണ്ട് ഇനി മിയക്കുട്ടിക്കാണോ അടിയെന്ന് സംശയം ഉണ്ട്. അത് വേണ്ട. അത് വേണ്ട. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പാടുന്നതല്ലേ നല്ലതല്ലേ? എന്റെ ബാവയാമയല്ലേ, അയ്യോ. ചേച്ചിയല്ലേ. അല്ല, ഇപ്പൊ ഒരു അടി കിട്ടുമ്പോ എങ്ങനെ ഇരിക്കും? വേണ്ട. തള്ളി മാറ്റുന്നു. എന്റെ ഭാവയമ്മയല്ലേ. നമുക്ക് പാടാം. കാരണം കുഞ്ഞമ്മയും തേണ്ട കുളമാനൊക്കെ വിറച്ച് നിക്കുക ഇങ്ങനെ. കൊളമാന, നീ നിന്റെ ജീവനും കൊണ്ട് ഓടിക്കോടാ. സിക്സർ അടിച്ച് പാട് പോയി, നീ ഓടിക്കും. ഓൾ ദി ബെസ്റ്റ് ബാവയാമിക്കുട്ടി. താങ്ക് യു. മോളെ ദേ വരുന്നു. മൊഹബത്ത് മയിൽപീലി കണ്ണുകൊണ്ട് കൽവിന്റെ കടലാസിൽ മാപ്പിള പാട്ട് കുറിച്ചവനി പാട്ടിന്റെ ചിറകിന്മേ പരിമളം പൂശുന്ന പനിനീ പൂവിന്റെ പേരെന്ത്? മൊഹബത്ത്. മൊഹബത്ത്. മൊഹബത്ത്.
ഭാവയാമിക്കുട്ടി സൂപ്പറായിട്ട് പാടിയാണ്. സൂപ്പറായിട്ട്. അത് മാത്രമല്ല കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു, എന്ത് രസമാണ് കാണാൻ. മുടിയൊക്കെ കണ്ടോ മുടിയ എന്ന് വേണ്ട, ആ കണ്ണ്, ആ പിരിയം, എന്താ ചുണ്ട്, മൂക്ക്, ആ മൂക്ക്, പല്ല് എന്ന് വേണ്ട എല്ലാം എന്തൊരു രസമാണ്. പിന്നെ ദേ കൂടെ ആരായിരുന്നു? പ്രേം നസീർ ആയിരുന്നു. അറിയാമോ? എന്താ പേര്? ആ ശ്രീനന്ദ ചേട്ടൻ ഇന്ന് പ്രേം നസീറായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി ഞാൻ നടക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ടോ ശ്രീനന്ദ ചേട്ടനെ? ഇഷ്ടപ്പെട്ടു. എന്തായാലും വളരെ നന്നായിരുന്നു മോളെ, നല്ല രസമായിരുന്നു നിങ്ങളുടെ ആ ടോട്ടൽ എന്താണ് ഡാൻസും ഇതും മോടെ. പക്ഷെ മോൾ എപ്പോഴും അങ്ങോട്ട് നോക്കിയാണല്ലോ പാടുന്നേ, ഈ ക്യാമറ നോക്കാത്ത എന്താ? കിളി പോയി. അതുകൊണ്ടാണ്. അപ്പൊ എന്റെയും കിളി പോയി, ഇനി അണ്ണാച്ചിയുടെ കിളി എടുക്കും. മക്കളെ ചക്കരെ സൂപ്പറായിരുന്നടാ. എന്തോ ഓഹോ അതാണോ കാര്യം? ഈ അടുത്ത് നിൽക്കുന്ന ശ്രീനന്ദൻ ചേട്ടനില്ലേ, മോളെ പേടിച്ചിട്ട് ഈ വട്ടം ചുറ്റി നടക്കുകയായിരുന്നു. മോളെ അടുത്തോട്ടേ വന്നിട്ട് ഒരിടത്ത് നിന്നില്ല. മൊഹബത്ത് എന്ന് പറഞ്ഞിട്ട് കണ്ടം വഴി നടക്കുകയായിരുന്നു. കണ്ടത്തിന് ചുറ്റും. കുഞ്ഞെ ചിമ്പാലി സൂക്രണ പച്ച സാധനമല്ല, ശുക്രമാണ്. നിന്റെ പേരെന്താ? ഒരു മര്യാദയില്ല. എല്ലാ ഭാഷയും കൂടെ ഇതെന്തോ അനുഗ്രഹം കിട്ടിയെന്ന് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ വെരി നൈസ്. കിളിപോയി കണ്ടുപിടിച്ച അങ്കിളാണ് ഇരിക്കുന്നത്. അറിയോ? അതറിയോ? ഇത് വേറെ ആരുടെയോ? ഒന്നുമില്ല പറയാൻ. God bless you. നല്ല അഴകുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം സത്യം പറഞ്ഞ ശ്രീനന്ദനാന്ന് മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. അടിപൊളിയായിരുന്നു മോനെ, നല്ല ഡ്രസ്സിങ്ങും മനസ്സിലായി കേട്ടോ. നന്നായിട്ട് പാടി. എനിക്ക് ഇങ്ങോട്ട് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പാടിക്കോളാം അണ്ണാ. വേഗം വിടാല്ലേ നമുക്ക്. ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. അവക്കത് കാണുന്ന ഇഷ്ടം. ഞങ്ങള് വിശന്ന് കറങ്ങുന്നുണ്ട് മക്കളെ. രാഹുലങ്ങളെ, നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? ഋതിക ദീപക്. വെൽക്കം ഋതിക ചേച്ചി ഓൺ സ്റ്റേജ്. അതിമനോഹരമായിട്ടുള്ള ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ, ബൈ ബൈ, സീ യു.